പ്രൊമോഷനുകളിലൂടെ പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് എമ്പുരാൻ എന്ന സിനിമ മോളിവുഡിന്. അങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നേ ദിവസം കാണാൻ ഇടയായതും. യുഎസ്എയിലെ ടൈംസ് സ്ക്വയറിൽ സ്ക്രീനിൽ എമ്പുരാന്റെ വീഡിയോ പ്രദർശിപ്പിക്കുമ്പോൾ നിരവധി മലയാളികൾ ഒത്തുചേരുകയും ചെയ്തു. ഇത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ടൈംസ് സ്ക്വയറിൽ എത്തിയ പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടെത്തി. അതുപോലെ തന്നെ അവിടെ എത്തിയ നിഖിൽ കോമത്ത് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശരിക്കും ശ്രദ്ധേയമാകുകയാണ്. എമ്പുരാൻ പ്രൊമോഷണൽ ഇവന്റ് എന്ന നിലയിൽ ആണെങ്കിലും ഇന്നത്തെ ടൈംസ് സ്ക്വയർ ലാൽ ഫാൻസ് മീറ്റ് നാട്ടിൽ നിന്നും വളരെ അകലെ ഒരുപാട് മോഹൻലാൽ ആരാധകർക്ക് ഒത്തുചേരാനുള്ള ഒരു വേദിയായി. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് വിജയിപ്പിച്ച നീൽ വിൻസെന്റ്, റോഷൻ ജോർജ്, ഫെബിൻ പോലെയുള്ള ആളുകൾക്ക് നന്ദി അറിയിക്കുന്നു. ഒരു സബ്വേ ട്രെയിനും പിടിച്ച് ലേറ്റായി എത്തിയ എനിക്ക് പരിപാടിയുടെ തുടക്കവും വന്ന പലരെയും മിസ്സായെങ്കിലും ഇവരിൽ പലരും വന്നത് കാനഡയിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും ഒക്കെ ആണെന്നത് അത്ഭുതപ്പെടുത്തി. കണ്ടതും പരിചയപ്പെട്ടതുമായ ഒരാളെയും നേരത്തെ അറിയില്ല. കന്യാകുമാരി, കാശ്മീർ ദൂരങ്ങൾ താണ്ടി പലരും ടൈംസ് സ്ക്വയറിൽ മീറ്റ് ചെയ്തെങ്കിൽ അത് മോഹൻലാൽ എന്ന വ്യക്തിയോടുള്ള വലിയ സ്നേഹം കാണും. മലയാളം സിനിമ പുതിയ ഉയരങ്ങൾ കീഴടക്കട്ടെ, അതിന് എമ്പുരാൻ നാന്ദി കുറിക്കട്ടെ. ലോകത്തെല്ലായിടത്തും ഒരേ സമയത്ത് എമ്പുരാൻ ഷോ തുടങ്ങുന്നത് എന്നറിയുന്നു. പ്രമോഷൻ ഒന്നും നടക്കാതെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പ്രമോഷനുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ ചലനമില്ലാത്തതിന്റെ നഷ്ടം നികത്തുമെന്ന് പ്രതീക്ഷിക്കാം. ടൈംസ് സ്ക്വയറിൽ മീറ്റ് ചെയ്ത വ്യക്തികളുടെ വാക്കുകൾ ഓരോന്നും ഇങ്ങനെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. മോഹൻലാൽ ഫാൻസ് ഒത്തുകൂടി എമ്പുരാനെ നേരിട്ട് കണ്ടു, ടൈംസ് സ്ക്വയറിൽ ആഘോഷമാക്കി. എമ്പുരാൻ പുതിയ വഴികളിൽ പുതിയ പ്രൊമോഷനുകൾ മലയാളം സിനിമയെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ വീഡിയോ ഒക്കെ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ ഇന്നേ ദിവസം എത്തുകയും ചെയ്തിരുന്നു. എമ്പുരാൻ എന്ന സിനിമ അത്രയ്ക്ക് വലിയ ആകാംക്ഷയോടെയാണ് ഓരോ പ്രേക്ഷകരും കാണാനിരിക്കുന്നത്. എന്തായാലും കുറച്ചു ദിവസം ഒരു ബ്രേക്ക് എടുത്തെങ്കിലും ഇപ്പോൾ എമ്പുരാന് വേണ്ടി എല്ലാവരും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. എമ്പുരാന് വേണ്ടിയുള്ള ഗംഭീര പ്രൊമോഷൻ പരിപാടികളാണ് അങ്ങിങ്ങായി നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും ബുക്കിംഗ് ഓപ്പണായി എന്ന വിവരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാനഡ, അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബുക്കിംഗ് ഓപ്പണാകും എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വരികയുണ്ടായി. അതിന് പിന്നീട് കാനഡ ബുക്കിംഗ് വെറും 30 മിനിറ്റ് കൊണ്ട് സോൾഡ് ഔട്ട് ആയ വിവരങ്ങൾ കൂടി വരുമ്പോൾ ബോക്സ് ഓഫീസിന് ഡേഞ്ചർ അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ഈ വിവരങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുകയുണ്ടായി. കാനഡ ഓൺ ഫയർ എന്നാണ് അവർ കുറിച്ചിരിക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗിൽ ഏതാണ്ട് 2294 മുകളിലുള്ള ടിക്കറ്റാണ് സോൾഡ് ഔട്ട് ആയത്. ഏതാണ്ട് 57,350 കനേഡിയൻ ഡോളർ, 35 ലക്ഷത്തോളം രൂപ നേടിക്കഴിഞ്ഞു. കൂടാതെ 9 അഡീഷണൽ മിഡ് നൈറ്റ് ഷോകളും ആഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പങ്കുവച്ചുകൊണ്ട് അവർ എത്തിയത്. ഒരു ഹിസ്റ്ററി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അഡ്വാൻസ് സെയിലൂടെ എന്ന് തന്നെ പറയാം. നോർത്ത് അമേരിക്കൻ പ്രീമിയർ സെയില് ഏതാണ്ട് $90,000 അടുത്ത് എത്തുകയാണ്. US പ്രീമിയർ നടക്കാൻ പോകുന്നത് മാർച്ച് 26-നാണ്. 10 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ വരുന്ന നമ്പറുകൾ ഞെട്ടിപ്പിക്കുന്നു. കാനഡ പ്രീസെയില് വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. 57,000 കനേഡിയൻ ഡോളർ എന്ന് പറയുന്നത് 71,000 കനേഡിയൻ ഡോളറിലേക്ക് മാറിയിട്ടുണ്ട്. ഒക്കുപ്പൻസി ഏതാണ്ട് 66.42% വർദ്ധിച്ചു. കാനഡയിൽ വലിയ മുന്നേറ്റമാണ് എമ്പുരാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് വന്നത് നോർത്ത് അമേരിക്കനിലെ കണക്കുകളാണ്. $90,000 നിന്നത് $100,000 മാറിയിട്ടുണ്ട് പ്രീമിയർ ഷോ കണക്കുകൾ. അതിങ്ങനെ മണിക്കൂറുകളും മിനിറ്റുകളും കഴിയുമ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ ഓരോ ഇടവേള അനുസരിച്ചും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രേഡ് അനലിസ്റ്റുകൾ. കൂടാതെ ഇന്നേ ദിവസം ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ റിലീസിന് ഏറ്റെടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും എത്തിയത്. SVC റിലീസാണ് ആന്ധ്രയിലും തെലങ്കാനയിലും ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണറും ചില്ലറക്കാരല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മാർക്കറ്റ് ജയിന്റുകളാണ് എമ്പുരാനെ ഏറ്റെടുത്തിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തും എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സൂപ്പർ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ ദിൽ രാജു ആണ് SVC റിലീസിന് പിന്നിലുള്ളത്. ഇതൊക്കെയാണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതും. മോളിവുഡിലെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായി എമ്പുരാൻ മാറുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും ആരൊക്കെയാണ് എമ്പുരാനെ എത്തിക്കുന്നത് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അവർ ഓരോരോ ആൾക്കാരായി അവതരിപ്പിക്കുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു. അത് ഇന്നേ ദിവസം ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലെ ഡിസ്ട്രിബ്യൂട്ടറെയാണ് മോഹൻലാൽ പരിചയപ്പെടുത്തിയത്. ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഓരോ ദിവസവും എമ്പുരാന്റേതായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റിലീസിൽ സ്ഥിരീകരണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നീട് സംഭവിക്കുന്നതെല്ലാം ഗംഭീര സംഭവങ്ങളാണ്. കൂടാതെ പ്രേക്ഷകർക്ക് ആവേശം പകരുന്ന എമ്പുരാനിലെ ഗംഭീര സ്റ്റിൽസുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ട്രീറ്റായി അവർക്ക് മാറിയിട്ടുണ്ട്. ശരിക്കും ബോക്സ് ഓഫീസ് ഓൺ ഫയർ എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഓരോ റീജിയനിലെയും ബോക്സ് ഓഫീസ് കണക്കുകൾ വരുമ്പോൾ നമുക്ക് പറയാനുള്ളതും.